രാജ്യസഭയിലേക്ക് തത്സമയം പോവുകയാണ്. അവിടെ സഭാ നടപടികൾ ഇപ്പോൾ തുടരുന്നു. ലോക്സഭ പിരിഞ്ഞു, പക്ഷേ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ എത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. ലോക്സഭയിൽ ഇന്ന് അമിത്ഷാ എത്തിയിരുന്നു, പ്രധാനമന്ത്രിയും എത്തിയിരുന്നു. ലോക്സഭാ നടപടികൾ അവസാനിച്ചിരിക്കുന്നു. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. പക്ഷേ രാജ്യസഭയിൽ ചില ബില്ലുകൾ അതിന്റെ അവതരണവും പാസ്സാക്കലും ഒക്കെയുണ്ട്. അതിനുവേണ്ടി സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുകയാണ്. പ്രതിപക്ഷം ഇവിടെ പ്രതിഷേധം തുടരുന്നുണ്ട്. നേരത്തെ മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ചെയറിന്റെ ശ്രമമുണ്ടാകുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. പി ആർ അരവിന്ദ് ചേരുന്നു വിവരങ്ങളുമായി. അരവിന്ദ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്? ഉന്മേഷ്, രാജ്യസഭയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. പ്രധാനമായും ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ആ പരിപാടിക്ക് ശേഷം ചില ബി ജെ പി പ്രവർത്തകർ അവിടെ ശുദ്ധികലശം നടത്തിയെന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ ഉയർത്തുകയും ഇത് വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു. തനിക്ക് വിവേചനം നേരിടേണ്ടി വന്നു എന്നതാണ് കോൺഗ്രസ് അധ്യക്ഷൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. താനൊരു ദളിതനായതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള വിവേചനം അവിടെ നടന്നതെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുകയും പിന്നീട് പ്രതിപക്ഷ അംഗങ്ങളടക്കം ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. അതേസമയം ഇതിൽ പ്രതിരോധമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി ദത്ത തന്നെ രംഗത്ത് വന്നിരുന്നു. ബി ജെ പിക്കാർ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അഥവാ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നതാണ് ജെ പി ദത്ത അടക്കം വ്യക്തമാക്കുന്നത്. കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ദുഃഖം രേഖപ്പെടുത്തുമെന്നും ജെ പി ദത്ത വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആവശ്യമെന്ന് പറയുന്നത് കൃത്യമായി തന്നെ നിതിൻ നബീൻ ഇതിലൊരു മറുപടി നൽകണം. കാരണം ബി ജെ പി പ്രവർത്തകർ എന്തുകൊണ്ടാണ് രാജ്യത്തെ വിവേചിച്ച് കാണുന്നത്? നിറത്തിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വിവേചനം നടത്തുന്നു എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെ ശക്തമായി തന്നെ അപലപിച്ചിരിക്കുകയാണ് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ. കൃത്യമായി ആരൊക്കെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരെ കുറിച്ച് അന്വേഷിക്കണം, അതിൽ നടപടി വേണമെന്ന് കൂടി രാജ്യസഭാ അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. എന്തായാലും ഇതിന് ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ മറ്റ് ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. ചർച്ചകൾ കടക്കുമ്പോൾ അമിത്ഷാ സഭയിൽ രാജ്യസഭയിലേക്ക് എത്താത്തതിലും പ്രതിപക്ഷം ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നു. എന്തായാലും വിവിധ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷം. കഴിഞ്ഞ ദിവസം അയോധ്യ സംഭാവന കൊള്ളയും അതുപോലെ തന്നെ ഈ അമിത്ഷായുടെ പ്രസ്താവന ആയിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ നേരിടേണ്ടി വന്ന വിവേചനത്തിന്റെ വാർത്തയാണ് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിയത്. ഉന്മേഷ്, അതുയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ചെയറിന്റെ ഭാഗത്തുനിന്നും ആ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. ശക്തമായ സംഭവത്തെ സഭാധ്യക്ഷനും അപലപിക്കുകയുണ്ടായി. വിഷയത്തിൽ അന്വേഷണം നടത്തണം, കുറ്റക്കാരെ പിടികൂടണമെന്നുള്ള പരാമർശം കൂടി ഇന്ന് സഭയിൽ ഉയർന്നു കേട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.